സ്പൈസ് ആൻഡ് നട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് കാലങ്ങളിലെ നോർത്തിലെല്ലാം വളരെയധികം പ്രചാരത്തിലുള്ള ഒന്നാണ് ബീഫ് ഹലീം അല്ലെങ്കിൽ മട്ടൻ ഹലീം. വളരെ ടേസ്റ്റിയുമാണ്, അതേപോലെ തന്നെ ഒരുപാട് ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഹലീം ഉണ്ടാക്കാനായിട്ട് അധികവും ദാല്, മീറ്റ് അങ്ങനത്തെ ഐറ്റം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പ്രോട്ടീൻ നിറഞ്ഞിട്ടുള്ളൊരു ഫുഡാണ് ഹലീം. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഹലീം വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മീറ്റാണ് എടുത്തിരിക്കുന്നത്, ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായി കഴുകി വൃത്തിയാക്കി വെച്ച മീറ്റാണിത്. പിന്നെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇവിടെ തയ്യാറാക്കുന്നത് 3 സ്റ്റെപ്പായിട്ടാണ്. ആദ്യമായിട്ട് മീറ്റ് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് ദാലിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് ബ്രോക്കൺ വീറ്റ്, നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ബ്രോക്കൺ വീറ്റാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ്. 1/4 കപ്പ് ചനാദാൽ, 2 ടേബിൾ സ്പൂൺ മസൂർ ദാൽ, 2 ടേബിൾ സ്പൂൺ മൂങ് ദാൽ, 2 ടേബിൾ സ്പൂൺ ഉറുദ് ദാൽ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ദാല് വേവിക്കാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഇത് രണ്ടും വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് വേണ്ട സാധനം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സാഫ്രോൺ എടുത്തിട്ടുണ്ട്, കുങ്കുമപ്പൂ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർക്കാം. ഇത് ഉപയോഗിക്കുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാലിൽ 1/2 ടീസ്പൂൺ സാഫ്രോൺ ഉപയോഗിക്കുക. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് സവാള വറുത്തെടുത്തതാണ്. ബിരിയാണിക്ക് നെയ്ച്ചോറിനെല്ലാം എടുക്കുന്നത് പോലെ സവാള ചെറുതായി അരിഞ്ഞ് വറുത്തെടുത്തതാണിത്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഗരം മസാല ഇതിൽ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് മിക്സ് മസാലയാണ്. കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ എല്ലാം ചേർത്ത് പൊടിച്ച് നാട്ടിൽ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് മിക്സായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. അതല്ല, ഗരം മസാല നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ ഇതേ സെയിം അളവിൽ മീറ്റ് മസാല നിങ്ങൾക്ക് ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പകുതി നാരങ്ങ നീരാണ് വേണ്ടത്. അടുത്തായി ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഹാൻഡ്ഫുൾ മല്ലിയില, കുറച്ച് മിന്റ് ലീവ്സ്, കുറച്ച് ലെമൺ കട്ട് ചെയ്തെടുത്ത്, നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തത്. ഉണ്ടാക്കാനായിട്ട് ആദ്യം ഈ 5 ദാൾ ഐറ്റവും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം 30 മിനിറ്റ്. അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് കുതിർത്തിടുന്നുണ്ട്. മുപ്പത് മിനിറ്റ് ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം കഴുകി വെള്ളം അരിച്ചെടുക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലോ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത ശേഷം അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ, ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വയ്ക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി 5-6 വിസിൽ വരുന്നവരേക്കും വെയിറ്റ് ചെയ്യുക. ബീഫ് നന്നായി വെന്തുടയണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ബീഫ് നന്നായി വെന്തുടയുന്ന പരുവം വരെ വേവിച്ചെടുക്കണം. അടുപ്പത്ത് ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് മാറ്റി വെച്ച് അതിലേക്ക് ബാക്കിയുള്ള പയർ വർഗ്ഗങ്ങളെല്ലാം വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ്, അതേപോലെ തന്നെ ബാക്കി ദാല്, ബാക്കി പരിപ്പ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത്, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 5 വിസിലിന് ശേഷം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച പരിപ്പ്. ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറിലോ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞ് കുഴമ്പ് പോലെ ആവണ്ട, ഒന്ന് മിക്സിയിൽ കറക്കി എടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും ഒരു ഹാൻഡ് ബ്ലെൻഡറോ അല്ലെങ്കിൽ മിക്സിയുടെ ഗ്രൈൻഡറോ ഇട്ട് ഒന്ന് കറക്കി എടുക്കുക. ഒരുപാട് അരഞ്ഞ് കുഴമ്പ് പോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ അരച്ചെടുത്ത പരിപ്പ്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഒരു കുക്കറിലേക്കോ ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്കോ ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇതേപോലെയാണ് ബീഫ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് മഷി പോലെ അരച്ചിട്ടില്ല. രണ്ടും നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. അത് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നെയ്യിൽ വറുക്കുന്നതാണ് നല്ലത്. അതല്ല നിങ്ങൾക്ക് ഇനി സൺഫ്ലവർ ഓയിലിലോ എന്തെങ്കിലും ഓയിലിലോ വറുക്കണം എന്നുണ്ടെങ്കിൽ അതും ആവാം. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം കുക്കാവട്ടെ. ആ സമയത്ത് നമുക്ക് അടുപ്പത്ത് കുറച്ച് മസാല വറുത്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും മാറ്റി വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെയൊക്കെ ആ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്കാവട്ടെ. അതിനുശേഷം ബാക്കി സാധനങ്ങൾ ചേർക്കാം. 10 മിനിറ്റോളം കുക്ക് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഈ ഒരു സമയത്ത് സാഫ്രോൺ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മിൽക്കിൽ കുതിർത്ത് വെച്ച സാഫ്രോൺ ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാം. ഇത് നന്നായിട്ട് ചേർത്ത് വീണ്ടും അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പം സാഫ്രോൺ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അതല്ല നിങ്ങൾ ചേർക്കുന്നില്ല എങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. സാഫ്രോൺ ചേർത്തുകൊണ്ട് 2-3 മിനിറ്റ് കൂടി ഞാൻ കുക്ക് ചെയ്യാണ്. ഹലീം അടുപ്പത്ത് നിന്ന് കറക്റ്റ് പാകത്തിൽ കുക്കായിട്ടുണ്ട്.
ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. കുറച്ചുകൂടി നല്ല മസാലയോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല പുളിപ്പ്, നല്ല ഉപ്പൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ്, കുറച്ചുകൂടെ ഗരം മസാല, അത് മിക്സ് മസാല യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മീറ്റ് മസാല, കുറച്ചുകൂടെ ഒരു പകുതി കൂടെ ലെമൺ ജ്യൂസ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ഇപ്പൊ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് കുറച്ചുകൂടി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എന്തായാലും ഇതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ മെഷർമെന്റ് തന്നെയാണ് വെക്കുന്നത്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി സ്പൈസി ആയ ഹലീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. മറ്റൊരു വിഭവവും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.